അനുനയിപ്പിക്കാൻ പുതിയ ഫോർമുലയുമായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. KPCC അധ്യക്ഷനാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതായും സൂചന. വയനാട്ടിലെ MP സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ പകരം K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനും ശ്രമമുണ്ട്. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത് വിവരങ്ങളുമായി. ലിനറ്റ്, ഈ പുതിയ അനുനയ ശ്രമവും ഒപ്പം തന്നെ ഈ പുതിയ ഫോർമുലയൊക്കെ വർക്കൗട്ട് ആവാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ അനുനയ ശ്രമത്തിലൊക്കെ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? K മുരളീധരന്റെ പ്രതികരണങ്ങൾ എന്തെങ്കിലും നമുക്ക് വന്നിരുന്നു? വീണ, തീർച്ചയായും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സുധാകരൻ ഇന്ന് വന്ന് മുരളീധരനെ കാണുമെന്ന്. കാരണം ഇന്നലെ തുടർച്ചയായി സുധാകരൻ മുരളീധരനെ വിളിച്ചിരുന്നു. പക്ഷെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി മുരളീധരൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മാധ്യമങ്ങളെ കാണാൻ ഒന്നും തയ്യാറായിരുന്നില്ല. നമ്മളടക്കം മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും മുരളീധരൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായത്. പക്ഷെ മുരളീധരൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വന്തം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ വീട്ടിലെ ഫോണിലേക്ക് സുധാകരൻ വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ സുധാകരൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്ന് 10 മണിയോടുകൂടെ വീട്ടിലേക്ക് എത്തും എന്ന് ആണ് വീട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. ഇതിനോട് മുരളീധരന്റെ പ്രതികരണം ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അനുനയത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. കാരണം മുരളീധരനെ കൂടെ നിർത്താനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മുരളീധരന്റെ നിലപാടുകളും കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തോടൊന്നും കോൺഗ്രസിന് യോജിപ്പില്ല. മുരളീധരനെ കൂടെ ചേർത്ത് പിടിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ പദമോ അല്ലെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ വിജയിച്ചിരുന്നു. അന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെയൊക്കെ ആവശ്യപ്രകാരം റായ്ബറേലിയിൽ തുടരാനായിരിക്കാം രാഹുൽ ഗാന്ധി തയ്യാറാകുന്നത്. അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുക എന്നാണ് സുധാകരന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. KPCC അധ്യക്ഷ പദം ചിലപ്പോൾ മുരളീധരനെ സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം വേണ്ട എന്നാണ് ആയിരിക്കാം മുരളീധരൻ പറയുന്നത്. പക്ഷെ KPCC അധ്യക്ഷ പദം ചിലപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് അടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. വീണ, ഇത്തരത്തില് ഒരു അനുനയമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതേപോലെ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇന്ന് മുരളീധരന്റെ വീട്ടിലെത്തി സംസാരിച്ചതിന് ശേഷം അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലിനറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വയനാട്ടിലെ MP സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ പകരം അവിടെ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമം. അപ്പോൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഈ സംസ്ഥാന നേതൃത്വം ഈ ഒരു കാര്യം അംഗീകരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു അനുനയ നീക്കത്തിൽ ഇത് പ്രധാനപ്പെട്ട പോയിന്റായി കണക്കാക്കുമ്പോൾ വയനാട് അല്ലെങ്കിൽ മുരളിക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് ലീഗിന്റെ ഒരു വാദം. ഇപ്പം ലീഗിന്റെ മനസ്സ് മുരളിക്കൊപ്പമാണെന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ K മുരളീധരനോ എന്നൊരു ചിന്തയിലേക്ക് തന്നെയാണ് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുന്നത്. വ്യക്തമാണ് ലിനറ്റ്. എന്തായാലും K മുരളീധരനെ അനുനയിപ്പിക്കാൻ പുതിയ ഫോർമുലയുമായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷനാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതായും സൂചനയുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിലെ MP സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അവിടെ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.